അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മളെ ക്ലാസ് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് കേട്ടോ തുടങ്ങണത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, എല്ലാവരും ഒന്ന് നോക്കി ഇതിൻ്റെ ആൻസർ ഒന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ വായിച്ചതായിരിക്കാം, ഏതായാലും ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ? അസ്വാഖു ദഹബ് എന്ന ബുക്ക് അല്ലേ, ഒരു നസ്റാണ്. ഇതാരാണ് എഴുതിയതെന്നാണ് ചോദിച്ചത്. ഈ നസ്ർ അസ്വാഖു ദഹബ് ആരാ എഴുതിയത്? നിങ്ങൾ മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. അഹ്മദ് ഷൗക്കിയാണല്ലേ അതിൻ്റെ ഉത്തരം. എന്താണ് അസ്വാഖു ദഹബ് ആരതാണ്? അഹ്മദ് ഷൗക്കി. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ഇനി തുടർന്നുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ, അതായത് ഇപ്പോൾ അഹമ്മദ് ഷൗക്കിൻ്റെ ഒരു ബുക്ക് ചോദിച്ച്, അങ്ങനെയാണെങ്കിൽ അഹമ്മദ് ഷൗക്കിൻ്റെ മറ്റ് പുസ്തകങ്ങൾ നമ്മൾ പഠിക്കൽ അനിവാര്യമാണ്. നമുക്കിതിൽ നിന്ന് മനസ്സിലായി അല്ലേ? അഹമ്മദ് ഷൗക്കിൻ്റെ മുഅല്ലഫാത്തുകൾ നോക്കൂ. നഹ്ജുൽ ബുർദ, അൽ ഹംസിയത്തു നബവിയ, മജ്നൂൻ ലൈല, അൻതറ, നുക്ബത്തു ദിമഷ്ക്, കംബീസ്, അലി ബിക്കൽ കബീർ, സിത്ത് ഹുദ, അസ്റാ ഉൽ ഹിന്ദ്, ഫിറഔനുൽ അഖീർ, അസ്വാഖുൽ ദഹബ്, മസ്റോ ക്ലിയോപാട്ര, ഷെയ്ത്താനു ബന്ദൗർ, ദുവലുൽ അറബി വ ഉലമാഉൽ ഇസ്ലാം. ഒന്നും കൂടി ശ്രദ്ധിക്കൂ. മുഅല്ലഫാത്തു അഹ്മദ് ഷൗക്കി, നഹ്ജുൽ ബുർദ, അൽ ഹംസിയത്തു നബവിയ, മജ്നൂൻ ലൈല, അൻതറ, നുക്ബത്തു ദിമഷ്ക്, കംബീസ്, അലി ബിക്കൽ കബീർ, സിത്ത് ഹുദ, അസ്റാ ഉൽ ഹിന്ദ്, അൽ ഫിറൗനുൽ അഖീർ, അസ്വാഖുൽ ദഹബ്, മസ്റോ ക്ലിയോപാട്ര, ഷെയ്ത്താനു ബന്ദൗർ, ദുവലുൽ അറബി വ ഉലമാഉൽ ഇസ്ലാം. ഇതിൽ ഫസ്റ്റത്തെ രണ്ടെണ്ണം നോക്കൂ. നഹ്ജുൽ ബുർദിയും ഹംസിയത്തു നബവിയും നമുക്ക് കണക്ട് ചെയ്ത്, അതായത് ഏകദേശം നബിയുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. നഹ്ജുൽ ബുർദ എന്നുള്ള പുസ്തകം നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. മദ്ഹ് ചെയ്തുകൊണ്ട് അഹമ്മദ് ഷൗക്കി എന്ത് ചെയ്തു? ഒരു കവിത എഴുതി. അതാണ് നഹ്ജുൽ ബുർദ. നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട്, അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ കസീദ. ഉലിദൽ ഹുദ വൽ കായിനാത്തുൽ ലിയാഉ എന്നൊക്കെ പറഞ്ഞാണ്ട് തുടങ്ങുന്ന ആ കസീദ ഉണ്ടല്ലോ. അവിടെ ഉലിദൽ ഹുദ എന്ന് പറയുന്നത് എന്താണ്? ഹുദ നബിയാണ് പറയണത്. ആ ഹുദ എന്ന് ഉദ്ദേശിച്ച അവിടെ നബിയാണ്. നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് എഴുതിയ ആ ഒരു കസീദയാണ് അൽ ഹംസിയത്തു നബവിയ. അപ്പം നഹ്ജുൽ ബുർദ എന്താണ്? മദ്ഹ് റസൂൽ ആണ്. ഹംസിയത്തു നബവിയ എന്താണ്? നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് എഴുതിയ കവിതയാണ്. ഇനി അടുത്ത നോക്കൂ. മജ്നൂൻ ലൈലയും അൻതറയും നമുക്ക് ഏകദേശം ഒരേ ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്താം. വേണമെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ അങ്ങനെയൊക്കെ ചെയ്യാം. അത് മജ്നൂൻ ലൈല എന്തിനെ കുറിച്ചാണ് എഴുതിയെന്നറിയോ? നമ്മൾ ജാഹിലിയ കാലത്തോട്ടൊന്ന് പോട്ടോ. രണ്ട് ബുക്കിൻ്റെ പേരുകളും മജ്നൂൻ ലൈലയും അൻതറയും ഓർമ്മാവും. ആ രണ്ട് പേര് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ജാഹിലിലേക്ക് തിരിഞ്ഞോളൂ. അസ്റുൽ ജാഹിലിയിൽ ഈ മജ്നൂൻ ലൈല എന്നറിയപ്പെടുന്ന ആരാണ്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ ജാഹിലിയ ഭാഗം പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആരാണ് മജ്നൂൻ ലൈല? ലൈല എന്ന പെൺകുട്ടീനെ പ്രേമിച്ച് പക്ഷേ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ച സമയത്ത് അവരുടെ വീട്ടുകാരത് വിസമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കൈസുബിന് മുലവഹ് എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു? ഈ ലൈലാനെ കിട്ടാത്തതിലുള്ള സങ്കടം കൊണ്ട് ആകെ എന്താ പറയുക, പ്രേമിച്ച് ഭ്രാന്തായി എന്ന് പറയില്ല, അങ്ങനെ മജ്നൂന് ലൈലാനെ പ്രേമിച്ച് ഭ്രാന്തായ ആളാണ് ഈ കൈസുബിന് മുലവഹ്. അങ്ങനെ അയാൾക്ക് ഈ മജ്നൂൻ ലൈല എന്നുള്ള പേര് വരികയാണ്. കൈസുബിന് മുലവഹ് എന്നുള്ള പേരിനേക്കാളും മൂപ്പര് ഫേമസ് ആയത് പിന്നെ മജ്നൂൻ ലൈല എന്നുള്ള പേരിലാണ്.
അപ്പോൾ ഈ ആളിനെ കുറിച്ച് കൈസുബിന് മുലവഹനെ കുറിച്ച് അഹമ്മദ് ഷൗക്കി ഒരു ബുക്ക് എഴുതി. അങ്ങനെ അഹമ്മദ് ഷൗക്കി ആ ബുക്കിന് എന്താ പേരിട്ടത്? മജ്നൂൻ ലൈല. പിന്നെ അൻതറ എന്ന ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ആരാ അൻതറ? അൻതറയും ജാഹിലിയ കാലത്തുള്ള തന്നെയാണ് അല്ലേ. അബുലയാണ് അൻതറൻ്റെ കാമുകി. ആരാണ് അൻതറ? അൻതറത്തുബിന് ഷദ്ദാദ് നമ്മൾ പഠിച്ചിട്ടില്ലേ? മുഅല്ലഖൻ്റെ 10 ആളുകളെ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അൻതറയെ കുറിച്ച്. അൻതറത്തുബിന് ഷദ്ദാദ്. ഈ അൻതറ സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു അബുല എന്നുള്ളത്. അബുല തിദാലിയ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ അൻതറ എന്ന ആഷിഖിനെയും അബുല എന്ന ആഷിഖത്തിനെയും കുറിച്ചിട്ട് നമ്മൾ അഹമ്മദ് ഷൗക്കി എന്ത് ചെയ്തു? ഒരു നാടകം അങ്ങോട്ട് എഴുതി. ആ നാടകത്തിൻ്റെ പേരെന്താ? അൻതറ. ഓക്കെ. നെക്സ്റ്റ് ബുക്കാണ് നുക്ബത്തു ദിമഷ്ക്. അഹമ്മദ് ഷൗക്കി ഈ പേർഷ്യൻ അധിനിവേശത്തിൻ്റെ ആ സമയത്ത് പേർഷ്യൻ അധിനിവേശത്തിനെതിരെ എഴുതിയ ബുക്കാണ് നുക്ബത്തു ദിമഷ്ക്. പിന്നെ അടുത്ത ബുക്ക് ഏതാണ്? കംബീസ്. കംബീസ് എന്ന ബുക്ക് ഫ്രഞ്ചുകാരുടെ മുന്നിൽ മിസ്രുകാർക്ക് അധപതനം ഉണ്ടായ സമയത്ത് ആ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് അഹമ്മദ് ഷൗക്കി എഴുതിയ ബുക്കാണ് കംബീസ്. നെക്സ്റ്റ് ബുക്ക് അലിയിൽ ബിക്കൽ കബീറാണ്. അലി ബിക്കൽ കബീർ നമ്മൾ അഹമ്മദ് ഷൗക്കിൻ്റെ ഫസ്റ്റ് എഴുതിയ നാടകാട്ടോ. എന്താണ് അലി ബിക്കൽ കബീറിൽ പറയുന്നത്? ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ചായിരുന്നു അലി ബിക്കൽ കബീർ എന്ന തൻ്റെ ആദ്യ നാടകം അഹമ്മദ് ഷൗക്കി എഴുതിയത്. നെക്സ്റ്റ് ബുക്ക് സിത്തുഹുദ. എന്താ സിത്തുഹുദയിൽ പറയുന്നത്? സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു തമാശ രൂപത്തിൽ അവതരിപ്പിച്ച് ആര്? അഹമ്മദ് ഷൗക്കി ഒരു തമാശ രൂപത്തിൽ ഒരു പുസ്തകം എഴുതി. അതിൽ കാര്യം തമാശ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ കാര്യം തമാശയിലൂടെ പറയാമെന്ന് പറയല്ലോ. അങ്ങനെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ തമാശ രൂപത്തിൽ അവതരിപ്പിച്ച അഹമ്മദ് ഷൗക്കിയുടെ പുസ്തകമാണ് സിത്തുഹുദ. ഇപ്പോൾ നമ്മൾ സിത്തുഹുദ വരെ പറഞ്ഞു അല്ലേ. അടുത്ത ബുക്ക് അസ്റാഉൽ ഹിന്ദ്. നെക്സ്റ്റ് വൺ ഫിറൗനുൽ അഖീർ. അടുത്തതാണ് അസ്വാഖു ദഹബ്. അസ്വാഖു ദഹബാണ് നമ്മളാ ക്വസ്റ്റ്യൻ അല്ലേ, ഫസ്റ്റ് കണ്ട ആ ക്വസ്റ്റ്യന്. എന്താ അസ്വാഖു ദഹബിൻ്റെ പ്രത്യേകത? ഇദ്ദേഹം ആദ്യമേ എഴുതി വെച്ച പുസ്തകമായിരുന്നു. പക്ഷേ അയാൾ അഹമ്മദ് ഷൗക്കിയുടെ മരണശേഷമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പം മരണശേഷം പ്രസിദ്ധീകരിച്ച ബുക്ക് ഏതാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ നസ്റാണ്. അസ്വാഖു ദഹബിൻ്റെ മുഖദ്ദിമ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ കലം എന്നുള്ളത് കൊണ്ടാണ്. അടുത്ത ബുക്ക് മസ്രൗ ക്ലിയോപാട്ര. എന്താണ് അതിൽ പറയുന്നത്? റോമൻ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചാണ് മസ്രൗ ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ബുക്ക്. അടുത്ത ബുക്ക് ഷെയ്ത്താനു ബന്ദാവൂർ. നിങ്ങൾക്കറിയോ ഈ ബുക്ക് ഷേറാണോ അതോ കിസ്സയാണോ അതോ നസ്റാണോ? ഇതിപ്പോൾ നമ്മൾ ഏത് കണ്ണിലൂടെയാണോ നോക്കുന്നത് അതായിരിക്കും ഈ ബുക്ക്. അതായത് നമ്മളിപ്പോൾ ഷേർ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഷേറിൻ്റെ ഒരു കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഷേറാണ്. ഒരു നസ്റാണെന്ന് വിചാരിച്ച് വായിച്ച് നോക്കുകയാണെങ്കിൽ അത് നസ്റാണ്. ഒരു കിസ്സയുടെ താല്പര്യം കാണിക്കുന്ന ആൾ നോക്കുമ്പോൾ അതൊരു കിസ്സയുമാണ്. ഇത്തരത്തിൽ ഏതാണ് കിസ്സയാണോ നസ്റാണോ ഷേറാണോ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു പുസ്തകമാണ് ഷെയ്ത്താനു ബന്ദാവൂർ. നെക്സ്റ്റ് ബുക്കാണ് ദുവലുൽ അറബി വൗലമാഉൽ ഇസ്ലാം. നമ്മൾ അഹമ്മദ് ഷൗക്കിനെ ഇസ്ബാനിയയിലേക്ക് നാട് കടത്തിയ ഒരു സംഭവമുണ്ട്. നമ്മളെ ബാറൂദിനൊക്കെ സറന്ദീബിക്ക് നാട് കടത്തിയണല്ലോ. അതുപോലെ നമ്മളെ അഹമ്മദ് ഷൗക്കിനെ അസ്ബാനിയയിലേക്ക് നാട് കടത്തിയ സംഭവമുണ്ട്. അങ്ങനെ ഒളിവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒളിവിൽ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എഴുതിയ ബുക്കാണ് ദുവലുൽ അറബി വൗലമാഉൽ ഇസ്ലാം. അപ്പോൾ നമ്മൾ അഹമ്മദ് ഷൗക്കിൻ്റെ 14 പുസ്തകങ്ങളെ പേര് പഠിച്ചിട്ടോ. അപ്പോൾ ഈ 14 ബുക്കൊക്കെ പഠിച്ചാൽ നമുക്ക് കുറച്ച് ബുക്കിൻ്റെ പേരുകൂടി പഠിച്ചാലോ, ഒരു 3 ബുക്ക് കൂടി ഇട്ടോ. അപ്പം അടുത്ത 3 പുസ്തകങ്ങളെ പേര് ഞാൻ വായിക്കാമെന്ന്. കിബാറുൽ ഹവാദിസി ഫി വാദിൻ നെയിൽ, അമീറത്തുൽ ഉന്ദുലുസ്, ഷൗക്കിയാത്ത്. ഒന്നുകൂടി കേട്ടോളൂ. കിബാറുൽ ഹവാദിസി ഫി വാദിൻ നെയിൽ,
അമീറത്തുൽ ഉന്ദുലുസ് അഷൗക്കിയാത്ത്. ഇതിൽ കിബാറുൽ ഹവാദിസി ഫി വാദിന്നയിൽ എന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെ കസീദ തൊവീലയാണ്. ഇദ്ദേഹം ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എവിടെയാണ്? ജിനീവയിൽ നടന്ന കോൺഫറൻസിലാണ് അഹമ്മദ് ഷൗക്കി കിബാറുൽ ഹവാദിസി ഫി വാദിന്നയിൽ എന്ന തൻ്റെ കസീദ തൊവീല അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ബുക്ക് അമീറത്തുൽ ഉന്ദുലുസാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ മസ്രഹിയ നസ്രിയയാണ്, അതായത് ഒരു നസ്ര രൂപത്തിലുള്ള ഒരു നാടകം. നെക്സ്റ്റ് ഷൗക്കിയാത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമാണ്. ഇതിന് മുഖദ്ദിമ എഴുതിയിട്ടുള്ളത് ഹുസൈൻ ഹൈക്കലാണ്. അപ്പോൾ നമ്മൾ മൊത്തം 14 3 17 ബുക്ക് നമ്മൾ പഠിച്ചു. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.